വ്യത്യസ്തമായൊരു പരിസര ശുചീകരണ യജ്ഞം നടത്തിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശി സിനി ആക്ടർ കുഞ്ഞികൃഷ്ണൻ മാഷ്. പഠന ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ മാഷ് വീട്ടുകാർക്കായി ഒരു മത്സരവും സംഘടിപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇത് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ സ്റ്റൈലാണ്. സിനിമ അഭിനയത്തിലെ മാജിക് പരിസര ശുചീകരണത്തിലും പുറത്തെടുത്തു. സഹകരിക്കാതിരുന്നവരോട് നാ പോയി കേസുകൊടു എന്ന് പറഞ്ഞില്ല. ഇടപെടൽ കാര്യക്ഷമമായതോടെ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ യജ്ഞം സക്സസ്. ശുചിത്വ പരിപാലനത്തിന് വീട്ടുകാർക്കിടയിൽ മത്സരം സംഘടിപ്പിച്ചു. വിജയിക്കുന്നവർക്ക് സമ്മാനം. ഏതായാലും പരിസര ശുചീകരണം ഹിറ്റായി. ക്രൈറ്റീരിയ വെച്ച് അവർക്ക് മാർക്കിടും ഓരോന്നിനും. ഇപ്പോൾ 100-ലാണ് മാർക്ക്. അതിൽ നിന്ന് 2-3 വീട് തിരഞ്ഞെടുത്ത് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും പരിശോധിച്ച് അതിലേറ്റവും മികച്ച വീടിൻ്റെ ഗൃഹനാഥയ്ക്ക് അല്ലെങ്കിൽ ഗൃഹനാഥന് ശുചിത്വ പുരസ്കാരം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും വീടുകളിൽ വന്ന് പരിശോധിച്ചു വിജയിയെ തീരുമാനിക്കും. പക്ഷേ സംഗതി കുഴങ്ങി. 1ാം സമ്മാനത്തിന് അർഹരായവർ ഒന്നിലേറെ. ഇപ്പം എന്ന് പറഞ്ഞാൽ സംശയം എന്ന് പറഞ്ഞാൽ ഏത് വീടിന് ഫസ്റ്റ് കൊടുക്കും എന്നാണ്. അത്രയും നല്ലൊരു വാർഡാണ് 9ാം വാർഡ്. അത്രയും ക്ലീൻ ആയിട്ടുള്ള, എനിക്ക് സത്യം പറഞ്ഞാൽ ഏത് വീട് തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള കാര്യമാണ്. പങ്കെടുത്തവർക്കും പറയാനുള്ളത് പഞ്ചായത്ത് മെമ്പറും സിനിമാ നടനുമായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ മാജിക്കിനെ കുറിച്ച്. ഈ ഓരോ വാർഡ് മെമ്പർമാരും അതിൽ വളരെയധികം ഊർജ്ജസ്വലരായ അതിൻ്റെ പ്രവർത്തകന്മാരും എല്ലാ വീടുകളിലും ആഴ്ചയിലെങ്കിലും വന്ന് എല്ലാം ചുറ്റുപാട് നടന്നു നോക്കി അതായത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ വേണ്ട പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു പഞ്ചായത്തിലെ ഒരു വാർഡാണിത്. പരിസര ശുചീകരണം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും എല്ലാവരും ഏറ്റെടുക്കണമെന്നും കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറയുന്നു. നമ്മൾ പരമാവധി വൃത്തിയാക്കുക, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക, മാലിന്യങ്ങൾ മറ്റു സ്ഥലത്തേക്ക് വലിച്ചെറിയാതിരിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റിടങ്ങളിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ രോഗവ്യാപന തോത് വളരെ കുറവ്. സർക്കാർ മുൻകൈയെടുത്ത് കേരള മോഡലാക്കി മാറ്റണമെന്നാണ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ അഭിപ്രായം. റിപ്പോർട്ടർ, കാസർഗോഡ്.